ഇന്ന് നമ്മൾ ഇടിച്ചക്ക കൊണ്ടൊരു അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചിക്കനും ബീഫും വരെ നമ്മൾ മാറ്റി വെക്കും. നമുക്കറിയാലോ ഇടിച്ചക്ക ചക്കയൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണല്ലേ. അപ്പോൾ ഇത് മുറിച്ചെടുക്കാനുള്ളൊരു എളുപ്പ വഴി കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് മുറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ടിപ്സിൻ്റെ ചാനലിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത്. അപ്പോൾ ഞാനിതാ ഇടിച്ചക്ക കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യം പ്രഷർ കുക്കറിലിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പ്രഷറൊക്കെ പോയി തുറന്നപ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കണ്ടോ, ഇതുപോലെ അതിൻ്റെ ആ ഒരു മൂക്കും തൊലിയുടെ ഭാഗമൊക്കെ അലുവ പോലെ നമുക്ക് വളരെ പെട്ടെന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ വേവിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്കുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയും 1 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ഉപ്പ് ചേർത്തിട്ട് ആദ്യം ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. ഒരുപാട് നാളായാലും ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് കോൾഡൊന്നും നോക്കാതെ ചെയ്തതാണ് കേട്ടോ. അതൊക്കെ ബുദ്ധിമുട്ടായെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഈ സവാള ആദ്യം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത്, തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കൂടെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുത്ത് പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ല് പോണ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അത് നല്ല ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ആദ്യം പൊടികളുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കയില്ലേ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ചക്ക ഒരുപാട് അങ്ങോട്ട് വേവാനൊന്നുമില്ല, നമ്മൾ 2 വിസിൽ അടുപ്പിച്ചതുകൊണ്ട് തന്നെ പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത്, ഇതിൽ കിടന്ന് വേവുമ്പോഴാണ് ഇതിനുള്ളിലേക്കൊക്കെ മസാല നല്ലപോലെ പിടിച്ച് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ചക്കയൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ച് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചക്ക നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ വറുത്ത് ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തതൊന്ന് കാണിച്ചു തരാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അരമുറി, ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരവിയെടുത്തതും 2 തണ്ട് കറിവേപ്പിലയും 3 അല്ലി ചുവന്നുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തേങ്ങ കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കറിയിൽ മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിയിലേക്ക് കുറച്ച് ഇറച്ചി മസാലയോ ചിക്കൻ മസാലയോ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പോൾ ഇതാ പൊടികൾ, ഈ ഒരു മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് കരിഞ്ഞു പോവാതെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ച് നമ്മുടെ ഈ ഒരു ചക്ക വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ചക്ക വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഈ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം കേട്ടോ. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇത് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചക്ക കൊണ്ടുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം.
ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടി വരില്ല. നമ്മുടെ മുറ്റത്തുള്ള ചക്ക കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.